إن داء القلوب داء عظيم كيف لي بالخلاص من داء ذنبي إن داء القلوب നിശ്ചയമായിട്ടും ഹൃദയങ്ങൾ രോഗം. അതെന്താണ്? ദാഉൻ വലിയതായിരിക്കുന്ന രോഗം തന്നെ ഹൃദയരോഗം. കൈഫ ലി ബിൽ ഖലാസ് മിൻ ദാഇ ദംബി, ഞാൻ ചെയ്ത തെറ്റുകളാകുന്ന രോഗങ്ങളെ തൊട്ട് രക്ഷ എങ്ങനെ എനിക്ക്? അപ്പോ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, ആത്മീയ രോഗങ്ങൾ. അത് വലിയ അപകടം പിടിച്ച രോഗങ്ങളാണ്. അത് ഇവിടുത്തെ ഭൗതിക ഔഷധം കൊണ്ടൊന്നും നീങ്ങൂല. എന്നിട്ട് മഹാൻ പറഞ്ഞതെന്താണ്? തെറ്റി എന്ന് പറഞ്ഞത് മഹാ രോഗം തന്നെയാണ്. അതിനെ തൊട്ട് എങ്ങനെയാണ് എനിക്ക് രക്ഷ എന്ന് ചിന്തിച്ചു പാടില്ല. ഹൽ തബീബുൻ മുനാസിഹുൻ ലി ഫഇന്നി അഅജദുൽ ഖൽഖി വല്ലതിബാഉ തിബ്ബി, എനിക്ക് ഉപദേശം നൽകുന്ന, സൽഗുണം നൽകുന്ന വല്ല ഡോക്ടർമാരുണ്ടോ? കാരണം നിശ്ചയമായിട്ടും ഞാൻ സൃഷ്ടികൾ വളരെ അസക്തനാണ്. ഡോക്ടർമാർ എന്നെ ചികിത്സിക്കുന്നു. ആ നിലയിൽ എനിക്ക് വല്ല നല്ല ഡോക്ടർമാരുണ്ടോ എന്ന്. വല്ലാത്തൊരു നഷ്ടം, എന്റെ വഷത്തരമേ, എന്റെ ദീർഘകാല ദുഃഖമേ. അപ്പോ എന്റെ നൃത്തത്തിനാലുണ്ടാവുന്ന വലിയൊരു ദുഃഖം എനിക്കുണ്ട്, വിഷം എനിക്കുണ്ട്. എപ്പോ ഇതാ വഖഫ്തു റബ്ബി, നാളെ മഹ്ശറ ലോകത്ത് എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിൽക്കും. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നീണ്ടുപോകുന്നൊരു ദുഃഖം എനിക്ക് അവിടെയുണ്ട്. വലിയ ദീർഘമായിരിക്കുന്ന ദുഃഖമാണ് എനിക്കുള്ളത്, അതിന്റെ നഷ്ടമേ. ജവാബി മിന്നി വലിമല ജവാബി മിന്നി, എന്റെ റബ്ബ് ചോദിക്കുമ്പോൾ എന്റെ ഭാഗത്തുനിന്ന് മറുപടി മുറിഞ്ഞുപോയി, എനിക്ക് പറയാൻ കഴിയുന്നില്ല. വലിമല, എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്തത്? ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാളത്തെ മഹ്ശറത്തെ അവസ്ഥ, എന്റെ പരീക്ഷണം, എന്റെ ബുദ്ധിമുട്ട്, എല്ലാ കാര്യങ്ങളും തൊട്ടുമ്പതായി ഇറങ്ങി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇതാണ് എന്റെ അവസ്ഥ, എന്റെ ഹൃദയം എന്നെല്ലാം ചിന്തിച്ച് പാടി ശൈഖ് അവറുകൾ. അങ്ങനെ പറയട്ടെ. വഖാല ഷാബുൽ ശൈഖി, ഈ യുവാവ്, ഈ ചെറുപ്പക്കാരൻ ആ ശൈഖിനോട് പറഞ്ഞു, ഫഇൻ റഅയ്ത അൻ തതലത്തവ ബിബഅദി മറാഹിമിക, നിങ്ങളടുത്തുള്ള കുഴമ്പുകളിൽ നിന്ന് ഏതെങ്കിലും, ആത്മീയ കുഴമ്പാണ് ഈ പറയുന്നത്, ഈ ആത്മാവിനെ നന്നാക്കിയെടുക്കുന്ന കുഴമ്പാണത്. അത്തരം കുഴമ്പുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്നെ മയം ചെയ്യാൻ പറ്റുമെങ്കിൽ ഫഫ്അൽ, നിങ്ങൾ ചെയ്തു തരൂ എന്ന് ഷെയ്ഖിനോട് യുവാവ് പറഞ്ഞപ്പോ, ഫഖാലഹു ഷെയ്ഖ്, ആ യുവാവിനോട് ഷെയ്ഖ് പറയുകയാണ്, സൽ അമ്മ ബദാലക, എന്താ നിനക്ക് വെളിപ്പെട്ടത്, അതിനെക്കുറിച്ച് നീ ചോദിച്ചോ. ഫഖാലഹു, അപ്പോൾ ഷെയ്ഖിനോട് യുവാവ് പറഞ്ഞു, മാ അലാമത്തുൽ ഖൗഫി മിനല്ലാഹി തആല, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ട്, പേടിയുടെ അടയാളം എന്താണെന്ന് ഷെയ്ഖിനോട് ഈ യുവാവ് ചോദിക്കുകയാണ്. കാല, അപ്പൊ ഷെയ്ഖ് പറഞ്ഞു മറുപടി എന്താണെയോ, അയ്യഅ്മനക ഖൗഫുല്ലാഹ് ഖൗഫുല്ലാഹി മിൻ കുല്ലി ഖൗഫ് ഗൈറ ഖൗഫി, അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഒഴിച്ച് ബാക്കി ഏതെല്ലാം പേടികളുണ്ടോ അതിനെ തൊട്ടെല്ലാം അള്ളാഹിന്റെ പേടി നിനക്കെന്താ നിർഭയത്വം നൽകുവെന്ന. അപ്പൊ യഅ്മനക ഖൗഫുല്ലാഹി, അള്ളാഹിനെ കുറിച്ചുള്ള പേടി നിനക്ക് നിർഭയത്വം നൽകും. മിൻ കുല്ലി ഖൗഫിൻ, എല്ലാ ഭയത്തെ തൊട്ടും. അതിന് ഏതൊഴിവാണ്? ഗൈരി ഖൗഫിഹി, അല്ലാഹു തആലയെ കുറിച്ചുള്ള പേടി മാറ്റി നിർത്തിയാൽ ബാക്കി ദുനിയാവിലും ആഖിറത്തിലും ഒന്നും പേടിക്കാനില്ല. അത്തരം പേടിയെ തൊട്ടൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകാൻ എനിക്ക് നിർഭയത്വം നൽകും. അത് തന്നെയാണ് അല്ലാഹു തആലയെ കുറിച്ചുള്ള പേടിയുടെ അടയാളം എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ ആ യുവാവിന്റെ ശരീരമാകെ കോരിത്തരിക്കുകയാണ്, മനം
ആകെ പേടിയിലായി. അങ്ങനെ അപ്പൊ പേടിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ആ യുവാവ് കുടഞ്ഞു മാത്രമല്ല സായത്തൻ കുറച്ചു സമയം അദ്ദേഹം ബോധരഹിതനായി വീണ്ടും കിടന്നു. ഈ വാക്ക് കേട്ടമാണ്. അപ്പൊ ആ യുവാവിന്റെ മനസ്സിൽ ഈമാനത്തരെ ഫലമ്മ അഫാക്ക, അങ്ങനെ ആ യുവാവിന് ബോധം തെളിഞ്ഞു കിട്ടിയപ്പോൾ കാല റഹിമക്കല്ലാഹ്, യുവാവ് പറയുകയാണ് ഷെയ്ഖിനോട്, അള്ള നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. അബ്ദു ഖൗഫു മിനല്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഈ ഒരു അടിമക്ക് ബോധ്യമാവൽ എപ്പോഴാണ്? അത് എപ്പോഴാന്ന് ചോദിച്ചപ്പോ കാല ഷെയ്ഖ് പറയുന്നു, ഇദാ അൻസല നഫ്സു മിനദ് ദുനിയ മൻസിലത്തൽ അലീലി സഖീമീന, വളരെ രോഗം പിടിച്ച അവശനായ ഒരാളെ സ്ഥാനത്ത് ദുനിയാവ് ജീവിക്കുമ്പോൾ ഒരടിമ തന്റെ ശരീരത്തെ ഇറക്കണം. അതായത് ഒരു നിത്യരോഗി എങ്ങനെയായിരിക്കും, ആ ഒരു രോഗിയുടെ ഘട്ടത്തിലായിരിക്കും ഒരടിമ അള്ളാഹിനെ കുറിച്ച് പേടിക്കുമ്പോൾ ബോധ്യപ്പെടുക. അപ്പൊ തീറ്റ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതിനെ തൊട്ട് അദ്ദേഹം എന്താവെന്നറിയാമോ, നിർബന്ധിതനോ അതിനെ തൊട്ട് മുറിഞ്ഞു പോകും. പിന്നെ തീറ്റക്കൊന്നും വലിയ കൊതി ഉണ്ടാവില്ല, ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, അത് ഒഴിവാക്കിയിട്ടും. മഹാബദത്തോടി സക്കാം, ആ രോഗം നീണ്ടു നിൽക്കുമെന്നൊരു പേടിയുള്ളത് കൊണ്ട് തീറ്റയെ തൊട്ടൊക്കെ എന്താണ് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കും. ഇവൻ ക്ഷമിക്കും അടിമ അല നല്ലത് ദവാ എന്ന് പറഞ്ഞാൽ മരുന്ന്, ആത്മീയമാവുന്ന മരുന്നിനെ വേദന, ആ വേദനയുടെ മേൽ ക്ഷമിച്ചവിടെ നിൽക്കും. തൂവൽ ലനാൽ, രോഗം നീണ്ടുപോകുമെന്ന പേടി. മഹാബത്തൂൽ ലനാൽ, രോഗം നീണ്ടുപോകുന്നൊരു പേടിയുള്ളത് കൊണ്ട് ആ ഒരു മരുന്ന് കഴിക്കും. ആ മരുന്ന് കഴിക്കുമ്പോൾ വേദനത്തിനോടോ ആ ക്ഷമിച്ചു നിൽക്കും. ഇതൊക്കെ ആത്മീയപരമായിട്ടാണോ? ഭൗതിക മരുന്നൊന്നും കഴിച്ചതില്ല അവിടെ. ആത്മീയപരമായിട്ടെല്ലാം ക്ഷമിച്ച് മുന്നോട്ട് സഹിച്ച് തീറ്റ കുറച്ച് ജീവിക്കുന്ന കാലം. എന്നിട്ട് ഈ മഹാൻ പറയുന്ന കഥ പറഞ്ഞിരുന്ന ആൾ പറയാണ്, ഒരൊറ്റ അട്ടഹാസമാണ് ഈ യുവാവാണ് അട്ടഹസിച്ചത്. വനന്ന, ഞങ്ങളങ്ങ് വിചാരിച്ചു, അന്ന റൂഹു ഖദ് ഖറജത്ത്, മൂപ്പര് മരിച്ചു, മൂപ്പർ റൂഹ് പുറപ്പെട്ടു പോയി എന്ന് വിചാരിച്ചു പോയി. സുമ്മ ഖാല ഇർഹമക്കല്ലാഹ്, പിന്നീട് അദ്ദേഹം പറയുന്നു, അള്ളാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. മാലാമത്തുൽ മഹബ്ബത്തി ലില്ലാഹി തആല, അള്ളാഹുവിനോട് പ്രിയമുണ്ട്, അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, പ്രേമമുണ്ട്. അതിന്റെ അടയാളം എന്താ ചോദിച്ചപ്പോ ഖാല, അബു ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുന്നു, യാ ഹബീബി, എന്റെ ഹബീബേ, ഇന്ന ദറജത്തുൽ മഹബ്ബത്തി ലില്ലാഹി, അള്ളാഹു തആലാനെ ഇട്ടം വെക്കുക എന്ന സ്റ്റാൻഡേർഡ് റഫീഅത്തുൻ, അത് ഉയർന്ന വലിയൊരു പദവിയാണ്, പദവിയിലെത്തുന്ന ഒന്നാവുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഖിന്റെ വഴി കേട്ട യുവാവ് പറഞ്ഞു, വഹിബു അൻ തസിഫഹലി, ആ ഒരു മഹബത്തിന്റെ ആ ഒരു സ്ഥാനത്തിന്റെ രൂപം എങ്ങനെയാണ്, അതെന്താണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, അത് ഞാൻ ഇഷ്ടപ്പെടുകയാണെന്ന് ആ യുവാവ് പറഞ്ഞപ്പോ കാല, അപ്പൊ ആ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുന്നു, യാ ഹബീബി, എന്റെ ഹബീബെ, ഇന്നൽ മുഹിബ്ബിലില്ലാഹി തആല, അല്ലാഹു തആല ഇഷ്ടം വെക്കുന്ന ആളുകൾ ശഖലഹും അൻ ഖുലൂബിഹിം, അവർക്കുള്ളതായിരിക്കുന്ന ഹൃദയത്തെ തൊട്ട് അവർക്ക് വേണ്ടി ആ ഹൃദയത്തെ കീറി വച്ചിരിക്കുകയാണെന്ന്. ഹൃദയത്തിന്റെ ഉള്ളിൽ അത് നോക്കിയാൽ കാണാൻ പറ്റുന്ന അത്ര രൂപത്തിൽ ആ പ്രേമം അവിടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ അബ്സറു, അങ്ങനെ അല്ലാഹു തആലാന്റെ മുഹിബ്ബീങ്ങൾക്ക് അവരുടെ ആ ഹൃദയങ്ങൾ തുറന്നു കിട്ടിയപ്പോ അവർ കാണാൻ പോകുന്നത് ബിനൂരിൽ ഖുലൂബി, ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രകാശമുണ്ട്. ആ ഒരു പ്രകാശം കൊണ്ട് അവർ കാണുന്നു ഇലാ ജലാലി അളമത്തില്ലാഹി അൽ മഹബൂബ്, ഇഷ്ടക്കാരനായ പടച്ച റബ്ബ്, ആ പടച്ച റബ്ബിന്റെ അളമത്തുൽ ജലാലിലേക്ക് അവർ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫസാറത്ത് അർവാഹും, അവർക്കുള്ള ആത്മാക്കളായി റൂഹാനിയത്തൻ, അത് റൂഹാനിയായി സഞ്ചരിക്കുകയാണ് ആത്മാക്കൾ. ഖുലൂബുഹും, എത്തരത്തിലുള്ള ഹൃദയങ്ങൾ
അജബിയ, അത് അജബിയ കിടക്കുകയാണ്, മറഞ്ഞു കിടക്കുകയാണ് ഹൃദയം. ഓരവും സമാവിയ, അക്കലുക ആകാശലോകമായി മാറി. അപ്പൊ ബുദ്ധി മേലയിലും ഹൃദയങ്ങൾ മറഞ്ഞു കിടക്കുന്നു, റൂഹാനിയായി ആത്മാവ് സഞ്ചരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലേക്ക് അവരിങ്ങനെ എത്തും. അങ്ങനെ തസ്റഹുബൈന സുഫൂഫിൽ മലായികത്തിൽ കിറാം, ക്ഷീണങ്ങളില്ലാത്ത, അന്നപാനീയങ്ങളില്ലാത്ത, മനുഷ്യർക്കോ ജിന്നിനോ ഇല്ലാത്ത, ഉള്ളതൊന്നുമില്ലാത്ത സംശുദ്ധന്മാരായിരിക്കുന്ന മലായികത്തുകൾ. അവരുടെ അണികൾക്ക് ആ അണിയായി നിൽക്കുമല്ലോ സൊഫ്, ആ സൊഫിനിടയിലൂടെ ഈ പറയുന്ന ആത്മാവ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അത്തരം കാര്യങ്ങൾക്ക് ഈ ആത്മാവ് സാന്നിധ്യമാകും. ബിൽ യഖീനി വൽ ഇയാൻ, നേരെ കണ്ണുകൊണ്ട് കാണുന്നു, ദൃഷ്ടി കൊണ്ട് കാണുന്നു, യഖീൻ കൊണ്ട്. ആ രൂപത്തിൽ പരമബോധ്യത്തോടു കൂടിയായിരിക്കും അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ ഈ ഹൃദയം കൊണ്ടാവുക. അങ്ങനത്തെ ഒരു ഹൃദയത്തിലായിരിക്കും ഈ മനുഷ്യരുടെ ജീവിതം. അവർ ഈ പ്രപഞ്ചം തന്നെ വെടിഞ്ഞു. അങ്ങനെ അബദൂഹു, അവർ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നു. ബിമാ ബിലാഹി ഇസ്തിതാഅതിഹിം ലഹു, അല്ലാഹു തആലക്ക് വേണ്ടി എത്ര ചെയ്യാൻ അവർക്ക് കഴിയുമോ അതിന്റെ പരമാവധിയെത്തും വിധം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഓരിങ്ങനെ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നത്? ലാ തമഅൻ ഫീ ജന്നത്തിഹി, സ്വർഗത്തിൽ കൊതിച്ചതിന് കൊണ്ടല്ല. ഫലാഖഹും മിൻ നാരിഹി, നരകത്തെ പേടിച്ചത് കൊണ്ടുമല്ല. ഇതുകൊണ്ടൊന്നുമില്ലാതെ വെറും അല്ലാഹനെ കാണുക, അല്ലാഹന്റെ സാന്നിധ്യം, അല്ലാഹ് പറഞ്ഞത് കേട്ടു, ഇങ്ങനെ എല്ലാ നിലയുള്ള ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് ലയിച്ചു കഴിഞ്ഞു. ഭൗതിക ലോകത്ത് സഞ്ചരിക്കുന്നത് മാത്രമേ ഉള്ളൂ, എല്ലാം ആത്മീയ ലോകത്തിലൂടെയായി. അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുത്തുപോയി. ഇതൊക്കെ തന്നെയാണ് ആ സ്റ്റാൻഡേർഡ്, ഉയർന്ന പദവിയെന്ന് യുവാവിന്റെ ചോദ്യത്തിന് ഷേഖ് ഉത്തരം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ആ യുവാവാകെ അന്തം വിട്ടു. ശൈഖത്തൻ, ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ബോധരഹിതനായി വീണു. അങ്ങനെ അദ്ദേഹം മരിച്ചു. ആ ചെറുപ്പക്കാരൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പൊ കണ്ടോ, മഹാന്മാരുടെ മൊഴികൾ കേട്ടിട്ട് അവിടെ ഹൃദയങ്ങൾ കോരിത്തരിച്ച് പേടിച്ച് വിഹ്വലരായി മുന്നോട്ട് പോകാൻ കഴിയാതെ ആ നിമിഷം മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ ഷേഖിന്റെ ഉപദേശം എന്തായിരിക്കും? ആ ഷേഖ് ഉപദേശിച്ചത് എന്താ, ഏത് രൂപത്തിലായിരിക്കും? ഇദ്ദേഹം കേട്ടുകൊണ്ട് മനസ്സിലാക്കി അതിന് പേടിച്ച് മരിക്കാൻ മാത്രം ഉപദേശം കൊടുത്തു. ആ ഉപദേശം എന്തായാലും നമ്മൾ ആലോചിച്ചാൽ കിട്ടും. അപ്പൊ നമ്മുടെ മനസ്സ് അങ്ങോട്ടായിരിക്കണം. അപ്പൊ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ പറയുന്ന ഇബാറത്തിന്റെ അർത്ഥം വെക്കുന്നുണ്ട് നമ്മൾ കഴിവിന്റെ പരമാവധി. അതിന്റെ ആശയത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മൾ എന്താവണം? സംശുദ്ധരായി ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം ശുദ്ധിയാവേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് ദുന്യവിയായിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും ഒഴിവാക്കി മുഖറവിയായിരിക്കുന്ന അല്ലാഹു തആലയുടെ ഖുദ്റത്തും മഫ്ആലും എല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ കൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ നടക്കുകയുള്ളൂ. അങ്ങനെ ഈ ഷെയ്ഖ് ആ യുവാവിനെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. വയബിക്ക്, അങ്ങനെ ഷെയ്ഖ് കരയുകയും ചെയ്തു. ഇഷ്ടത്തിലായല്ലോ അവര്, ഉയർന്ന പദവിയിലേക്ക് എത്തി. എന്നിട്ട് വയഖൂലു, ആ ഷെയ്ഖ് പറയുന്നു, ഹാദാ മസ്റഉൽ ഖായിഫീൻ, ഇതാണ് അല്ലാഹു തആലാനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ളതായ തള്ളിടൽ, മരണം എന്ന് ആ ഷെയ്ഖ് പറഞ്ഞു. ഹാദിഹി ദറജത്തുൽ മുഹിബ്ബീൻ, ഇതാണ് അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്ന ആളുകൾക്കുള്ള സ്റ്റാൻഡേർഡ്. ഹാദിഹി റൂഹുൻ ഹന്നത്ത്, ഇതാണ് ഈ ആത്മാവ്. ഹന്നത്ത്, ആത്മാവ് അട്ടഹസിച്ചു പോയി. ഫഅൻത, അപ്പോൾ പടച്ചവനെ നീ, ഫസമിഅത, നീ കേട്ടുകഴിഞ്ഞല്ലോ. ഫസമിഅത്ത്, അങ്ങനെ ആത്മാവ് കേട്ടു. ഫസ്താഖത്ത്, അത് കൊതിച്ചു. ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ നിന്നിലേക്ക് കൊതിച്ചെത്തി. അതങ്ങനെ കേട്ട് എന്തായെന്നറിയാമോ? ഫസൈഖത്ത്, അങ്ങനെ എന്തായെന്നറിയാമോ? ആ ആത്മാവ് അട്ടഹസിച്ചു. ഫവാത്തത്ത്, അങ്ങനെ ആത്മാവിന് വിട പറയുകയും ചെയ്തു. എല്ലാ നിലയിലും ഒരു പദവിയിലേക്ക് എത്തി ഈ യുവാവ്. നോക്കൂ, നല്ലൊരു ചെറുപ്പക്കാരൻ. ഇങ്ങനെ ചെറുപ്പക്കാരുണ്ടല്ലോ ഇന്നും. ആ ചെറുപ്പക്കാര് അള്ളാഹുവിലേക്ക് അടുത്തവരാകുന്നത് ഷെയ്ഖന്മാരെ കൊണ്ടാണ്. അതേ പറ്റുന്ന ഉപദേശിക്കാൻ പറഞ്ഞ ഷെയ്ഖന്മാര് വേണം. അങ്ങനെ ഒരു ഷെയ്ഖ് കിട്ടിയാൽ ആ ഷെയ്ഖ് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നു, അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നു. അങ്ങനത്തെ ഷെയ്ഖായിരിക്കണം, എല്ലാവരും ഷെയ്ഖാകാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ രീതിയിലൊക്കെ പ്രപഞ്ച ത്യാഗികളായി മാറി മുഖറവിയായ നേട്ടത്തിലേക്ക് ജീവിച്ചു വരണം. അങ്ങനെയാണ് സുന്നൂനുൽ തങ്ങള് ഈ യുവാവിന്റെ കഥകൾ ഇവിടെ ഉദ്ധരിച്ചു തന്നു. ഒന്നാമത്തെ ഉദ്ധരണിയാണ് ഇത്. രണ്ടാമത്തെ അടുത്ത് വരുന്നുണ്ട്.
അൻസത വേണ്ടതും ചില ആൾക്കാർ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, അത് ആസ്പദപ്പെടുത്തിട്ട് എന്ത് ചെയ്യും, അലാ ഖാദിരി ഇൽമിൽ മർഇ യഅ്ളമു ഖൗഫുഹു ഫലാ ആലിമ ഇല്ലാ മിനല്ലാഹി ഖായിഫു. അലാ ഖാദിരി ഇൽമിൽ മർഇ, ഒരു മനുഷ്യൻ അവന്റെ അറിവ് എത്ര ഉണ്ടോ ആ അറിവനുസരിച്ചുകൊണ്ട് യഅ്ളമു ഖൗഫു, അവന്റെ ഭയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നല്ലേ. അറിവ് കൂടുന്തോറും ഭയം കൂടും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, പണ്ഡിതന്മാര് അടിയങ്ങളെ കൂട്ടത്തിൽ നിന്ന് പണ്ഡിതന്മാരാണ് അള്ളാഹനെ ഭയപ്പെടാൻ കാരണം. എന്താ ആ പണ്ഡിതന്മാര് ഭയപ്പെടാൻ കാരണം? അവർക്ക് നല്ല ഇൽമുണ്ട്. അവ ഇൽമുള്ളവർക്ക് പേടി കൂടും. ഫലാ ആലിമ ഇല്ലാ മിനല്ലാഹി ഖായിഫൂ, അള്ളാഹിനെ കുറിച്ച് പേടിയില്ലാത്തവരാരോ അവർ ആലിമല്ല, അള്ളാഹിനെ കുറിച്ച് പേടിയുള്ളവരാരോ അവർ മാത്രമാണ് പണ്ഡിതൻ. ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. തലപ്പാവ്, ടവല്, കർച്ചീഫ് കയ്യില്, നല്ല കണ്ണട, നല്ല കണ്ടാൽ തന്നെ പേടിയാവുന്ന രൂപത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒന്നും അവർ യഥാർത്ഥ പണ്ഡിതന്മാരല്ല. യഥാർത്ഥ പണ്ഡിതന്മാർ അള്ളാഹിനെ പേടിക്കുന്നവരാണ്. വആമീനു മിമ്മക്കിരില്ലാഹി ബില്ലാഹി ജാഹിലൂ വഖായിഫു മക്രില്ലാഹി ബില്ലാഹി ആരിഫൂ. വആമീനു മിമ്മക്കിരില്ലാഹി ബില്ലാഹ്, അല്ലാഹു തആലാന്റെ ശിക്ഷയെ തൊട്ട് നിറവേറ്റത്തോടുകൂടെ നടക്കുന്ന മനുഷ്യർ, പേടില്ലാതെ നടക്കുന്നവർ, ബില്ലാഹി ജാഹിലു, അവർ അള്ളാഹിനെ കൊണ്ട് വിവരമില്ലാത്തവരാ, അള്ളാഹിനെ കുറിച്ച് പഠിക്കാത്തവരാ. വഖായിഫു മക്രില്ലാഹ്, അല്ലാഹു തആലാന്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകള്, ബില്ലാഹി ആരിഫു, അവർ അള്ളാഹിനെ കൊണ്ട് അറിഞ്ഞവരാ. ഈ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. ഇതിനായിരിക്കട്ടെ നമ്മുടെ ഈ പഠനങ്ങൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.